എൻ്റെ പൊന്നടാവേ ബറോസ് സിനിമ കണ്ടു. ഒന്നും പറയാനില്ല, അടിപൊളി പടം, വേറെ ലെവല്. പിള്ളേർക്കൊക്കെ എന്തായാലും ഈ ഒരു സിനിമ വളരെയധികം ഇഷ്ടപ്പെടും. എൻ്റെ തൊട്ടടുത്ത സീറ്റിലൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനൊക്കെ ശരിക്കും പറഞ്ഞാൽ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്ന ഞാൻ കണ്ട്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊരു ഫാൻ ബേസിലാണ് ഈ സിനിമയെ കാണുന്നതെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ ഒരു ഫാൻ ബേസിലാണ് നിങ്ങൾ വിലയിരുത്തുന്നതെങ്കിലും ഇപ്പോൾ ഇവിടെ വെച്ച് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പോവുക. അതല്ലാതെ തിയേറ്ററിലൊരു ഫിലിം ഇറങ്ങി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫിലിം അവിടെ സിനിമ തിയേറ്ററിൽ ഇറങ്ങി. അത് കണ്ടതിന് ശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്താണോ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണോ, അത് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം തുടർന്ന് വീഡിയോ കാണുക. വീണ്ടും പറയുന്നു, ഫാൻ ബേസിലാണ് നിങ്ങളിത് കാണാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമയെ വിലയിരുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ അല്ല. അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഇപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ബറോസ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ തികച്ചും കുട്ടികൾക്ക് വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള ഒരു ഫിലിമാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഈ ഒരു ഫിലിമിനെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ടാണ് കണ്ട ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ കുട്ടികളുടെ സിനിമയൊക്കെ ഭയങ്കര ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അല്ലെങ്കിൽ കോമിക്സ് സീരീസ്, കാർട്ടൂൺ സീരീസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പോഴും ടോം ആൻഡ് ജെറിയും മിസ്റ്റർ ബീൻ അനിമേറ്റഡ് സീരീസൊക്കെ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കുത്തിയിരുന്ന് കാണും. കാരണം ഇങ്ങനെയുള്ള ഫിലിംസ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ്. കാരണം എൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരു കുട്ടിത്വമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെയുള്ള സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാവണമെന്നില്ല. അങ്ങനെ ഇഷ്ടമുള്ള, ഇങ്ങനത്തെക്കുറിച്ച് കുട്ടിത്തമുള്ള കുറച്ച് സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ പോയി കാണാവുന്നതേ ഉള്ളൂ. അതല്ലാത്തൊരാൾക്ക് ഒരിക്കലും ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അല്ലാത്തൊരാൾക്ക് ഇത് ശരിക്കും ഇതൊന്നും മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതിനകത്തിൽ ഒരു ഫൺ ഫാക്ടർ വേണം. അതിനകത്തിൽ വിഷ്വലായിട്ട് കുറച്ച് രസിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വേണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണം അതിനകത്ത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഓവറോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവാർഡ് പടം. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാക്കാരിശി നാടകം. കാരണം ഇതിനകത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിലും ഭയങ്കരമായിട്ട് ലാഗ്, ആദ്യം തൊട്ട് അവസാനം വരെയും ഇതിങ്ങനെ വലിച്ചു നീട്ടി പല ഡയലോഗ് ഡെലിവറികളാണെങ്കിലും ഭയങ്കര ഒരു ഫൺ ഫാക്ടർ എന്ന് പറയാൻ, കുട്ടികൾക്ക് ഇതിനകത്തിൽ ഇഷ്ടപ്പെടാൻ എന്താ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി തോന്നും. പക്ഷേ നിങ്ങളത് പുറത്ത് പറയില്ല. കുറേ പേരത് പുറത്ത് പറയില്ല. കാരണം അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചില ആൾക്കാർ പറയാൻ പോകുന്നത് നിങ്ങൾ മറ്റേ ആളുടെ ഫാനാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറയും. ഇനി നിങ്ങളിതിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കട്ട ഫാനാണ്, അതുകൊണ്ടാണ് നിങ്ങളിതിന് ഇഷ്ടപ്പെട്ടതെന്നും പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു എക്സ്പീരിയൻസ് എന്താണോ അത് നമുക്ക് പറയാനുള്ള അവകാശം നമ്മുടെ നാട്ടിലില്ല. കാരണം അപ്പോഴേക്കും ചില ആളുകൾ വരും, അങ്ങനെയുള്ള എന്നാൽ പിന്നെ നീ ഒന്ന് എടുത്തു വെച്ച് കാണിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഇപ്പോൾ ഈ സിനിമയിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ചവരായിക്കോട്ടെ, ഇവർ ചെയ്തതെല്ലാം മഹാ തെറ്റാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ, അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ എന്നൊന്നും പറയാൻ ഞാനും ആളല്ല, നിങ്ങളും ആളല്ല. കാരണം ഇവരൊക്കെ എന്ന് പറയുന്നത്, ഞാനൊക്കെ ഞരമ്പേ കളിക്കുമ്പം വരമ്പത്ത് കളിച്ചുകൊണ്ടിരുന്ന ടീംസാണ് ഇവർ. അപ്പം നമുക്കൊന്നും ഇവരെ പറയാനൊന്നും ഒരു യോഗ്യതയില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഒരു തിയേറ്ററിൽ പോയി ഒരു ഫിലിം എക്സ് ഓർ വൈ, ആരോ ഒരാൾ അഭിനയിച്ചു, അല്ലെങ്കിൽ ആരോ ഒരാൾ സംവിധാനം ചെയ്തു, ആരോ ഒരാൾ നിർമ്മിച്ചു, അങ്ങനെ ഉള്ള ഒരു ഫിലിം പോയി കണ്ടു, അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക. അതിൻ്റെ എക്സ്പീരിയൻസ്, ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താണോ അത് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. ഈ ഒരു സിനിമ കണ്ട ആളെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ കുട്ടികളുടെ സിനിമ കാണാൻ ആഗ്രഹമുള്ള ഒരാളെന്ന നിലയ്ക്കും ഈ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ്, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിനകത്തിൽ കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടുണ്ട്. കാരണം ഈ ഒരു അണ്ടർ വേൾഡ് വാട്ടറിൽ ഒരു കാർട്ടൂൺ രംഗം പോലെ ചിത്രീകരിച്ചിട്ട് ഒരെണ്ണമുണ്ട്. അത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നെനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് വളരെ അത് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഉള്ളിലെ കുട്ടിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ഈ ഒരു സിനിമയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അവാർഡ് പടം പോലെയാണ് ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ വലിച്ചു നീട്ടി ഉറക്കം തൂങ്ങി. എൻ്റെ അടുത്തിരുന്ന പയ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴാണ് ഉറങ്ങിയതെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പം ഇരുന്ന് കൂർക്കം വലിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത്. ഈ കുട്ടികളുടെ ഒരു അവാർഡ് നൈറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഈ സിനിമ വിൻ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ കുട്ടികൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ക്യാരക്ടറുണ്ട്.
എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് ഇതിനകത്തിൽ. വൂഡു എന്ന് പറഞ്ഞ ഒരു കാർട്ടൂൺ ക്യാരക്ടറുണ്ട് അതിനകത്തിൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. എനിക്കത് മറക്കാൻ പറ്റത്തില്ല, കാരണം നല്ലൊരു ക്യാരക്ടറാണ് ഇതിനകത്തിൽ. കാരണം അപ്പോൾ ആ സംസാര രീതിയാണെങ്കിലും അത് കേൾക്കുമ്പം ഒരു രസമുണ്ട്. നമ്മുടെ ഉള്ളിലെ ഒരു കുട്ടി ഉണർന്നു വരും, ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിച്ചു പോകും. സോ ആ ഒരു ക്യാരക്ടറിനെ വെച്ച് തന്നെ ഈ ഒരു ഫുൾ ഫിലിം ചെയ്തു കൂടായിരുന്നോ, അല്ലെങ്കിൽ ഫുൾ ഫിലിമിൽ ഈ ക്യാരക്ടർ ഉണ്ടായിരുന്നെങ്കിൽ, ഫുൾ ഫിലിമിൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഒരു മേജർ പാർട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യുമായിരുന്നെങ്കിൽ എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 പേരിൽ 99 ആൾക്കാർക്കും ചിലപ്പോൾ ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. ഒരാൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ 99 ആൾക്കാരും കൂടെ ഈ ഒരാളുടെ മേലെ ആക്രമിക്കാൻ വേണ്ടി വരും. എന്താണോ നിനക്ക് ഇഷ്ടപ്പെടാത്തതും, മര്യാദയ്ക്ക് നീ ഇഷ്ടപ്പെട്ടോളാം, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ല വല്ലതും പറഞ്ഞോണ്ടല്ലോ, മോനെ നീ പോകത്തില്ല ഇവിടെ, നീ ആവശ്യമില്ലാതെ നീ പറഞ്ഞോണ്ടല്ലോ. അതെ, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ നാട്ടിലില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഈ കമൻറ്റ് സെക്ഷനിൽ താഴെ എൻ്റെ അച്ഛനെക്കുറിച്ചോ എൻ്റെ അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ പൂർവ്വപിതാക്കന്മാർക്ക് വേണ്ടിയിട്ടോ ആരെങ്കിലുമൊക്കെ ഇവിടെ ബലിയിടുന്നുണ്ടാവും. പിന്നെ ഈ ഒരു സിനിമ അട്ടർ ഫ്ലോപ്പാണോ അല്ലെങ്കിൽ ഭയങ്കര ഫ്ലോപ്പാണ് എന്നൊന്നും ഞാൻ പറയണില്ല. നല്ല മൂവി എന്ന് ഞാൻ ഒരിക്കലും, കുട്ടികൾക്കുള്ള മൂവി വെച്ചിട്ടാണെങ്കിൽ ഒരിക്കലും ഞാനൊരു കുട്ടികളുടെ നല്ലൊരു ഫിലിമാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ബിലോ ആവറേജ് എന്നേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് തോന്നിയതല്ല. നിങ്ങൾക്ക് വേറെ ആയിരിക്കാൻ തോന്നിയത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ട് കാണും. എനിക്ക് മാത്രമേ ഉള്ളായിരിക്കും പടം ചിലപ്പോൾ ഇഷ്ടപ്പെടാഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. സോ ഒരു കാര്യം വീണ്ടും പറയുന്നു, ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെക്കുറിച്ചോ ഒന്നും ഞാൻ അവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മോശമായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം അത് അവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. അവരോട് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാനും ഒന്നും പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യാൻ ഞാൻ ആളുമല്ല. ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്, ഒരു കുട്ടികളുടെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഈ സിനിമ പോയി കണ്ടു. അതിനുശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഈ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ബാക്കി എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഈ ഒരു സിനിമ പോയി കാണുക. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ സിനിമ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ പോയി കാണുക, അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് പോയി കാണുക. എന്നിട്ട് കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക, ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കുട്ടികളോട് ചോദിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം വിലയിരുത്തുക എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.